ഭദ്രേ, നീ ഇതെന്തോ ഈ എഴുതുന്നേ? അതെ, നമ്മുടെ രാജാമിനി സാറ് പറഞ്ഞില്ലായിരുന്നോ ഈ കേരളം രൂപീകരിക്കുന്നതിനെ കുറിച്ച് കുറച്ച് പേരെ കുറിച്ച് എഴുതണമെന്ന്? അത് എഴുതിക്കൊണ്ടിരിക്കുക. ഇതുവരെ എഴുതി കഴിഞ്ഞില്ലേ? നീ എഴുതി കഴിഞ്ഞു? ഞാൻ കഴിഞ്ഞു. എനിക്ക് സാറ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതാൻ. ഇത് കുറച്ചുകൂടെ ഉണ്ട്. ഇത് ഇച്ചിരി മണിയുള്ള കാര്യമൊന്നും അല്ലല്ലോ. പിന്നെ ഞാനൊക്കെ ഇത് 2 ദിവസം കൊണ്ട് എഴുതിയിരുന്നല്ലോ. എത്ര ദിവസം ഇത് എഴുതാൻ തുടങ്ങിയത്? അത്രയ്ക്ക് എളുപ്പമായിരുന്നു. അത്രയ്ക്ക് എളുപ്പമായിരുന്നു. ഇത് കുറച്ച് പാടില്ല. ലൈബ്രറിയിൽ ഇരുന്ന് എഴുതുക. അല്ല, നമുക്ക് അങ്ങോട്ട് പോകാം. കംപ്ലീറ്റ് ചെയ്യാത്തവർ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറയണം. കാരണം നമുക്ക് അതിന് കുറച്ച് ഡേയ്സേ ഉള്ളൂ. ഓക്കെ. കാർത്തിക, എവിടം വരെ? കഴിയാറായി. എളുപ്പമായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, എളുപ്പമായിരുന്നു. ആരാ കിട്ടിയതറിയാ? ശങ്കർ. ഇപ്പോഴാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുന്നത്. ഈ ഒരു പ്രവർത്തനം ഇല്ലായിരുന്നെങ്കിൽ കൂടുതൽ ഒന്നും കാര്യം നമ്മൾ മനസ്സിലാക്കത്തില്ലായിരുന്നു. ഇപ്പോൾ നവോത്ഥാന നായകന്മാരെ കുറിച്ചായാലും സാർ ഇങ്ങനെ ഒരു പ്രവർത്തനം തന്നതുകൊണ്ടല്ലേ നമുക്ക് മനസ്സിലായത്. ഹരി, ഇന്നലെ ക്ലാസ്സിലെവിടെ പോയിരുന്നു? പനിയായിരുന്നു. ഓക്കെ. എൻ്റെ വർക്കൊക്കെ എന്തായി? എഴുതാൻ പൂർത്തിയാക്കുമോ? ഉടനെ തന്നെ പൂർത്തിയാക്കി നടക്കുമോ? തിങ്കളാഴ്ച കൊടുക്കാം. ഓക്കെ. എതുവരെ ആയി? എഴുതി പൂർത്തിയാവാറായി. ഓക്കെ. അടുത്ത ആഴ്ച എല്ലാവരും പൂർത്തിയാക്കുമല്ലോ? ശരി, അടുത്ത ആഴ്ച അടുത്ത മൺഡേ എല്ലാവരും പൂർത്തിയായിക്കൊണ്ട് വരണം. നവോത്ഥാന നായകരുടെ സംഭാവനകൾ, അവർ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി, കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി അവർ നടത്തിയ ത്യാഗോജ്ജലമായ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ജീവിതം, അവരുടെ അർപ്പിതമായ ത്യാഗപൂർണമായ അവരുടെ ജീവിതം, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തി, അവർ എവിടെയാണ് ജനിച്ചത് തുടങ്ങിയ അവരുടെ സംഭാവനകളാണ് നമ്മൾ അവരെ ഉൾപ്പെടുത്തേണ്ടത്. ഇത് പുതിയ തലമുറയ്ക്ക് ഒരു അറിവിന് വേണ്ടി ആണ് നമുക്ക് നാളെ എന്തെങ്കിലും ഉപയോഗപ്പെടുത്തുകയും വേണം. അപ്പോൾ നമുക്കിതൊരു പുസ്തകമാക്കി മാറ്റിയാൽ എന്തായിരിക്കും സാർ? അത് നല്ലൊരു ആശയമാണ് അല്ലേ? നിങ്ങളെല്ലാവരും ഏകദേശം 50-53 നവോത്ഥാന നായകരെയും കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകരുടെയും സ്വാതന്ത്ര്യസമര സേനാനികളുടെയും ഒക്കെ അസൈൻമെൻറ്റ് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ എഴുതുക. ഞാനത് ഒരു പുസ്തക രൂപത്തിൽ ആക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. കുട്ടികളെ, ഒരു സന്തോഷകരമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ആ പ്രവർത്തനം അതിൻ്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമ്മുടെ പുസ്തകം പ്രിൻ്റ് ചെയ്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ പുസ്തകം ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ നായർ ചേരുന്നുണ്ട് തത്സമയം. കണ്ണൻ, ആധുനിക കേരള ശില്പികൾ, ഈ പുസ്തകം വരും കാലങ്ങളിലും വരും വർഷങ്ങളിലും ഒക്കെ കുട്ടികൾക്ക് പഠിക്കാൻ ഉപയോഗപ്പെടുന്ന ഒന്നായി മാറുമെന്ന കാര്യം തീർച്ചയാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ ലഹരിക്കും അക്രമത്തിനും ഒക്കെ അടിമപ്പെടുന്ന ഒരു സമയത്ത് പഠിക്കാൻ അഭിനിവേശമുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, അവർക്ക് താങ്ങായി എന്തിനും ഏതിനും ഒപ്പം നിൽക്കുന്ന ഒരു അധ്യാപകനും. 100 വർഷത്തിലധികം പാരമ്പര്യമുള്ള തലയെടുപ്പോട് കൂടി നിൽക്കുന്ന കൊല്ലത്തെ ഒരു സ്കൂളാണ് നീരാവിൽ SNDP യോഗം ഹയർ സെക്കൻഡറി സ്കൂള്. അവിടെ ഹ്യൂമാനിറ്റീസ് ബാച്ചുണ്ട്, +2 ഹ്യൂമാനിറ്റീസ് ബാച്ചുണ്ട്. ആ +2 ഹ്യൂമാനിറ്റീസ് പുസ്തകത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരെക്കുറിച്ച്, അടിമത്തത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ മഹാന്മാരെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ ആ കുട്ടികൾക്കുണ്ട്. എന്നാൽ അവരുടെ ചെയ്തികൾ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്ന് കൂടുതൽ അറിയാനുള്ള ഒരു അവസരം ആ പാഠപുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നവോത്ഥാന നായകന്മാർ ആരൊക്കെയാണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിക്കുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് അവിടുത്തെ അധ്യാപകനായിട്ടുള്ള രാജാബിൻ സാറിൻ്റെ ഒരു ബുദ്ധിയിൽ പോകുന്ന, അങ്ങനെ കുട്ടികളുമായി കാര്യങ്ങൾ സംസാരിക്കുന്നു. അവിടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു 23 കുട്ടികൾ, അവിടെ നിന്ന് കഴിഞ്ഞ വർഷം +2 പാസ്സായി ഇറങ്ങിയ 5 കുട്ടികൾ, അങ്ങനെ 28 കുട്ടികളെ അദ്ദേഹം വിളിച്ചു ചേർക്കുന്നു. അവരോട് പറയുന്നു, നിങ്ങൾ ഈ ആൾക്കാരെക്കുറിച്ച്, ഇന്ന ആൾക്കാരെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തണം. അവരാരൊക്കെയാണ്, അവർ ഈ നാടിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തണം എന്ന് പറയുന്നു. അതിൽ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും AK ഗോപാലനും മമത്വനാവനും അങ്ങനെയുള്ള കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച് വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി വലിയ സംഭാവനകൾ നൽകിയ ആൾക്കാരുടെ പേരുവിവരങ്ങളാണ് നൽകിയത്. പിന്നീട് കുട്ടികൾ അതൊരു ആഘോഷമാക്കി മാറ്റുകയാണ്. അവർ പല സ്ഥലങ്ങളിലും സെർച്ച് ചെയ്യുന്നു, പരിശോധനകൾ നടക്കുന്നു, പല
ഗ്രന്ഥങ്ങളും പരിശോധിക്കുന്നു. അങ്ങനെയൊക്കെ തന്നെ ഈ നവോത്ഥാന നായകരുടെ ആധുനിക കേരള ശില്പികളുടെ വിവരങ്ങൾ അവർ ശേഖരിക്കുന്നു. അവർ ബുക്കിലും ഒക്കെ ആക്കി അവർ ഒരു സ്കൂളിലേക്ക് കൊണ്ടുവരുന്നു. അതിൻ്റെ ഒരു പ്രദർശനം കഴിഞ്ഞ കേരള പിറവി ദിനത്തിൽ സ്കൂളിൽ നടത്തുകയുണ്ടായി. അതിന് പിന്നാലെയാണ് എന്തുകൊണ്ട് ഇത്രത്തോളം രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്, ഇത്രത്തോളം റെഫറൻസ് നടത്തിയ ഒരു കാര്യങ്ങൾ, പഠന റിപ്പോർട്ട് നമ്മുടെ കൈവശമുണ്ട്, എന്തുകൊണ്ട് അതൊരു പുസ്തകമാക്കിക്കൂടാ, ഭാവി തലമുറയ്ക്ക് കൂടി ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകമാക്കിക്കൂടാ എന്നുള്ള ഒരു ചിന്ത വന്നു. കുട്ടികളും ആ അധ്യാപകൻ്റെ ചിന്തയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്തു. അതിൽ എടുത്തു പറയേണ്ട അവിടുത്തെ അധ്യാപകനായിട്ടുള്ള രാജാവിൻ സാറിൻ്റെ ഒരു പ്രവർത്തനം തന്നെയാണ്. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. 7 വർഷമായിട്ടേ ഉള്ളൂ അദ്ദേഹം ഈ സ്കൂൾ അധ്യാപകനായി എത്തിയിട്ട്. അതിനു മുമ്പ് വിവിധ സ്കൂളുകളിലായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. ശരി, എന്തായാലും ആ അധ്യാപകനൊപ്പം ചേർന്ന് നിന്ന ആ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും